കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത എൻ.ഡി.എ യോഗത്തിൽ താങ്കളും പങ്കെടുത്തു. എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ എൻ.ഡി.എയുടെ ബി.ജെ.പിയുടെ വിജയപ്രതീക്ഷ എങ്ങനെയാണ്? എന്താണ് നിയമസഭയിൽ പുതിയ തന്ത്രങ്ങൾ? അമിത്ഷാ പങ്കെടുത്തത് മറ്റ് സ്റ്റേറ്റുകളിലെ അനുഭവം പറഞ്ഞു. ഉദാഹരണത്തിന് ബീഹാർ മുതൽ എല്ലാ സ്ഥലങ്ങളിലും എൻ.ഡി.എ ബൂത്ത് തലത്തിലാണ് എൻ.ഡി.എയുടെ കമ്മിറ്റി. ഇവിടെ കേരളത്തിൽ വരുന്ന സമയത്ത് ജില്ലാതലം വരെയാണ് എൻ.ഡി.എക്ക് കമ്മിറ്റി. അത് 10 ദിവസം കൊണ്ട് ബൂത്ത് തലത്തിലേക്ക് ഇറങ്ങണം. ഇപ്പം എല്ലാ കക്ഷിയും കാണണമെന്നില്ല അദ്ദേഹം പറയണത്. ഒരു 3 കക്ഷിയാണുണ്ടെങ്കിൽ അവരെ വെച്ചുള്ള ബൂത്ത് കമ്മിറ്റി. ബി.ജെ.പി കമ്മിറ്റി അല്ലേ എടുക്കണം. ബി.ജെ.പിക്ക് എല്ലായിടം കമ്മിറ്റി ഉണ്ട്. എൻ.ഡി.എയുടെ കമ്മിറ്റി ഉണ്ടാവണം. അത്തരത്തിൽ ബീഹാർ പോലെ പിടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. 10 ദിവസം കൊണ്ട് ആ വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് അങ്ങനെ ഒരു വലിയ സംഘടനാ സംവിധാനം നിലവിലുണ്ടോ ബൂത്തുകളിൽ? അല്ല, ബി.ജെ.പിക്കുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ BDS ഇല്ലാത്തടത്ത് നമ്മൾ കാണും, നമ്മളില്ലാത്ത സ്ഥലത്ത് ശിവസേന കാണും. അല്ല, അദ്ദേഹം പറയുന്നത് ഒരു 3 കക്ഷി ഉണ്ടെങ്കിൽ 3 നിൽക്കേണ്ടത്, ഒന്നായിട്ട് നിൽക്കണം ഒരു ബൂത്ത് കമ്മിറ്റി. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചുകൂടി അടുക്കാനും കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും കുറച്ചുകൂടി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം വരാനും ഒക്കെ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നുള്ള പാഠം പറഞ്ഞത്. ഈ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇപ്പോൾ CPM-മായി ബന്ധപ്പെട്ട് LDF-മായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ CPI എന്നൊരു വലിയ ഘടകകക്ഷിയുണ്ട്. കോൺഗ്രസ് പരിശോധിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഘടകകക്ഷി, അങ്ങനെ ശക്തിയുള്ള ഒരു ഘടകകക്ഷികൾ നിലവിൽ BJP-യിൽ ഇല്ലല്ലോ. അത് വലിയ പ്രതിസന്ധിയല്ലേ? അല്ലേ, അതെ. മുന്നണിയിൽ വരുന്ന ആളുകളെ വളരാനുള്ള അവസരങ്ങൾ കൂടി മെയിൻ കക്ഷി BJP ഉണ്ടാക്കി കൊടുക്കണമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞതുപോലെ താഴെയറ്റം വരെ പഞ്ചായത്ത്, ബൂത്ത് പഞ്ചായത്ത്. അപ്പോൾ ഇപ്പം 10 ദിവസം കൊണ്ട് എടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഈ കക്ഷികൾ, ഞാൻ ഉൾപ്പെടെയുള്ള കക്ഷികൾ താഴെത്തട്ട് പെട്ടെന്ന് പ്രവർത്തനം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ പദ്ധതികൾ ഇട്ട് കൊടുക്കുമ്പോൾ കൊച്ചു കക്ഷികൾ പരിപാടി വരുമ്പോഴോ, ഇപ്പോൾ NDA ഇതിൽ ശബരിമല ഒരുപാട് സമരങ്ങൾ, പക്ഷേ NDAയുടെ സമരം നടന്നില്ലല്ലോ. അപ്പം ഒരു സമരം വരുമ്പോൾ NDA എന്ന് പറഞ്ഞാണ് ആ സമരമാണെങ്കിൽ എല്ലാവരും 1000 കോടി വീതം കൊണ്ടുവരും. ഒരു 10,000 പേര് BJP-യും വരും, ബാക്കിയുള്ളൊരു 1000 വെച്ച് വരും. അങ്ങനെ ആകുമ്പോൾ മെല്ലെ മെല്ലെ വളർന്നു വരും. അങ്ങനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു പദ്ധതിയുടെ കുറവുണ്ട്. അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അമിത്ഷാ വിവിധ സ്റ്റേറ്റുകളുടെ ഉദാഹരണം പറഞ്ഞു. അത് നേതാക്കളെല്ലാം ഉൾക്കൊണ്ടു. അതനുസരിച്ച് പ്രവർത്തിക്കാനും തീരുമാനിച്ചു. അങ്ങനെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറാമെന്ന് NDA പ്രതീക്ഷിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ 20% വോട്ടുണ്ട്. 20% കൂടി ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ നമുക്ക് പിടിക്കാൻ കഴിയും, ഭരണമേ പിടിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞ കണക്ക്. പക്ഷേ ഈ ബീഹാർ പോലെയല്ല, വലിയ രീതിയിൽ തന്നെ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു മേഖല കൂടിയാണ് കേരളം. അപ്പോൾ ഈ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് BJP-യിലേക്ക് എത്തുമോ, NDA-യിലേക്ക് എത്തുമോ? ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ നമ്മൾ പരിശോധിച്ച സമയത്ത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊട്ടി ഒരുപാട് സ്ഥലത്ത് ജയിച്ചല്ലോ. ഇപ്പോഴേ ത്രിതല പഞ്ചായത്ത് ഞങ്ങൾക്ക് തന്നെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു, അജി LC-കാരനാണ്. വേറൊരു സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിങ്ങൾ മാത്രമുള്ളിടത്ത് ഭൂരിപക്ഷം കിട്ടി. അങ്ങനെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിന് ഒന്നിച്ചിനി പറയാൻ കഴിയില്ല. ഒരു 30% ആളുകൾ അവർ ഈ കേന്ദ്ര ഭരണത്തെ അംഗീകരിക്കുന്നു, കേരളത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ന്യൂനപക്ഷം പൂർണ്ണമായിട്ട് BJP-ക്കെതിരല്ല. ഒരു 30% നമ്മളിലായി കഴിഞ്ഞ്. ഇപ്പം അദ്ദേഹം പറഞ്ഞ അതനുസരിച്ചുള്ള പ്രവൃത്തി, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ വരുമ്പോഴും 30-40% ആക്കാൻ കഴിയും. അല്ല, പക്ഷെ അദ്ദേഹം തന്നെ ആ യോഗത്തിൽ, മറ്റൊരു യോഗത്തിൽ ചോദിച്ചിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് വോട്ട് ശതമാനം കുറഞ്ഞു എന്നത്. അല്ല, ആ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ട്. പക്ഷെ കുറഞ്ഞു എന്ന് പറയാൻ ഈ സ്ഥാനാർത്ഥികളുടെ കൂടി ഒരു പരിഗണന ഉണ്ട് പഞ്ചായത്ത് ഇലക്ഷന്. ഇപ്പോൾ ചില ആളുകൾ 5 വർഷം പ്രവർത്തിച്ച് 250 വോട്ട് ഉണ്ടാക്കി വയ്ക്കും. 350 വോട്ടായിരിക്കും വേണ്ടത്. 250 വോട്ട് അയാൾ പല കാര്യങ്ങൾ ചെയ്ത് 5 വർഷം കൊണ്ട് ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറവായിരുന്നു. ആ സമയത്ത് ആളുകളെ കണ്ടെത്തി ഇത് ഇപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് ഇപ്പോഴേ സ്ഥാനാർത്ഥി ഉണ്ടാവണം. അതിപ്പം BJP ആലോചിക്കുന്നു. താഴെ വരെ ബൂത്ത് കമ്മിറ്റി വരട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് 2 പേരെ ഈ 5 വർഷവും ജനങ്ങളുടെ ഇടയിൽ നിർത്തുക, അവർ അവരുടേതായ 250 വോട്ട് ശേഖരിക്കുക. പിന്നെ നമ്മൾ സംയുക്തമായിട്ട് പാർട്ടി ഒരു പുഷായിട്ട് ഇറങ്ങുമ്പോൾ 150 വോട്ട് കൂടി കിട്ടും, ജയിക്കും. ഇത്തവണ NDA ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമോ? NDA ഏകദേശമൊക്കെ സ്ഥാനാർത്ഥികളെ ഒക്കെ കണ്ടെത്തി വന്നിട്ടുണ്ട്. നേരത്തെ പണ്ട് 10-30 വർഷം മുമ്പൊക്കെ ഈ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ ഒരാളെ കിട്ടൂല. ഇപ്പം എല്ലാ മണ്ഡലത്തിലും 5-10 പേര് നിൽക്കാൻ റെഡിയാണ്. ഈ മോഹമുള്ള ആളുകൾ പലതും ഇങ്ങോട്ട് വരുന്നുമുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസമൊക്കെ എടുക്കും സ്ക്രീൻ ചെയ്ത് ആരൊക്കെയാണ് നിന്നാൽ കൊള്ളാമെന്നൊക്കെ നോക്കി. അതിനൊക്കെ ഉള്ള കഴിവുള്ള ആളാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. അത്ര വളരെ കണ്ണിങ് ആയിട്ട് ആര് പറയുന്നതും പ്രത്യേകിച്ച്. അപ്പോൾ ഈ ജനുവരിയിൽ തന്നെ
ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 23-ാം തീയതി പ്രധാനമന്ത്രി വരും. അപ്പോഴൊക്കെ ഏകദേശം അറിയാം, വർക്ക് ചെയ്യാൻ പറയും. അപ്പോൾ വലിയ പ്രതീക്ഷയിലാണ്. 100%. അതായത് 20% ഉള്ളിടത്ത് 20% കൂടി വോട്ട് കണ്ടെത്തേണ്ട വഴികൾ 15 ദിവസത്തിൽ ഒരിക്കൽ NDA കൂടണം. 3-4 മാസം ഒരിക്കലാണ് കൂടുന്നത്. ആ 15 ദിവസം ഒരിക്കൽ കൂടണം. കോർ കമ്മിറ്റി വരണം. എല്ലാം മുഖ്യധാരയിൽ NDA സജീവമായിട്ട് നിന്ന് 20% വോട്ട് വർദ്ധിപ്പിക്കണം. അതിന് കഴിയുമെന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണമെന്നാണ്. അത് ശരിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ പല അനുഭവമുണ്ട്. അതിവിടെ നടപ്പാക്കാൻ പാടുള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല. അല്ല, നാം ഇതെല്ലാം പറയുമ്പോഴും NDAയിൽ നിന്ന് CK ജാനു അടക്കമുള്ളവർ ഇന്ന് UDF പാളയത്തിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കക്ഷികളെ കൊണ്ടുവരാൻ കഴിയുമോ, അതോ ഇതിലുള്ളവർ തന്നെ മറുകണ്ഠം ചാടുമോ? ഇല്ല, ഒരുപാട് കക്ഷിയൊക്കെ വരാം. പലരും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അതനുസരിച്ച് വരും. കാരണം ക്രൈസ്തവ വിഭാഗത്തെ കൂടെ നിർത്താനായി കേരള കോൺഗ്രസിൽ നിന്നും ചില വിഭാഗങ്ങൾ ഇതിലേക്ക് വരുമോ? അല്ല, അതിൽ കൂട്ടത്തോടെ വരണമെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ പറയാൻ അറിയില്ല. പക്ഷേ ഈ അസംബ്ലി പല സ്ഥലങ്ങളിലും അതിൻ്റെയൊക്കെ പ്രധാനികൾ മത്സരിക്കുമെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഈ കേരള ഇപ്പോൾ കാമരാജ് കോൺഗ്രസ് പാർട്ടി എത്ര സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ 7 സീറ്റ് കേരളത്തിൽ ചോദിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ചോദിക്കണൊക്കെ 10 ചോദിക്കും. ചിലപ്പോൾ 7 സീറ്റെങ്കിലും നമുക്ക് കിട്ടണം. അതിന് അപ്പോൾ പ്രധാനമായി നിങ്ങളുടെ ശക്തി കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിൽ 7 സീറ്റാണ്. അല്ലല്ല, നമ്മളിപ്പം കോട്ടയത്ത് നമ്മൾ 8 വോട്ടിനാണ് തോറ്റത്. കോട്ടയത്ത് അതുപോലെ തന്നെ കോഴിക്കോട് നമ്മൾ 10,000 വോട്ടൊക്കെ പിടിച്ച ബ്ലോക്ക് ജില്ലയൊക്കെ ഉണ്ട്. നല്ല വോട്ട് ഇവിടത്തെ പോലെ അവിടെയും പിടിക്കുന്നുണ്ട്. പക്ഷേ BJPയുടെ ശക്തി കേന്ദ്രമായ തിരുവനന്തപുരം ജില്ലയിൽ എത്ര ഒരു സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്? 2 സീറ്റ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കും. അപ്പോൾ ഈ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ വിജയത്തിലേക്കുള്ള വഴിയാണോ ഇപ്പോൾ BJP? അല്ല, ഈ ത്രിതല പഞ്ചായത്ത് അസംബ്ലിയും വ്യത്യാസമുണ്ട്. അസംബ്ലിയും പാർലമെൻറ്റും തമ്മിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ത്രിതല പഞ്ചായത്ത് ഞാൻ പറഞ്ഞില്ല, വ്യക്തി കൂടി നോക്കിയാണ് ഇത്. അത് അസംബ്ലി വരുമ്പോൾ പാടയൊക്കെ മാറുകയല്ലേ, പിന്നെ ഒരു ഫൈറ്റിംഗ് ആയി. അതിനും സ്ഥാനാർത്ഥി ഒരു ഘടകമാണ്. അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തും. ഇവിടെ തന്നെ നമുക്ക് ഉറപ്പായിട്ട് നേമത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും, കഴക്കൂട്ടം ജയിക്കും, വട്ടിയൂർക്കാവ് ജയിക്കും, കാട്ടാക്കട ജയിക്കും. ഇങ്ങനെ പറയത്തക്ക എന്ത് അട്ടിമറി വന്നാലും ഇവിടെയൊക്കെ നേമത്ത് 2 പാർട്ടിയും കൂടി ജോയിൻ ചെയ്താലും ജയിക്കും. ഇപ്പം പറയുന്നതൊന്നുമല്ല കണക്ക്. ചിലപ്പോൾ അവസാനം തോൽപ്പിക്കാൻ 2 കൂടി ഒന്നിച്ചാൽ പോലും അവിടെ ഈ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു വരും. അല്ല, അതാണ് കേരള രാഷ്ട്രീയം നാം പരിശോധിക്കുകയാണെങ്കിൽ നാം കണ്ടു വളർന്ന ഏതാണ് LDF UDF തമ്മിലുള്ള ഒരു മത്സരമാണ്. ആ മത്സരത്തിലെ ഇടയ്ക്ക് BJP കടന്നു വരുമ്പോഴാണ് അവർക്ക് സ്പേസ് ഇല്ലാതാകുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് ഇത്തവണ കടന്നു വരാൻ കഴിയുന്നു. ഉറപ്പായിട്ട് കടന്നു വരാൻ പറയും. ഇപ്പോൾ തന്നെ ഒരു ഇളക്ക് ഞാൻ കണ്ടേ, അത് വാട്സപ്പിൽ കണ്ടതാണ്. നേമത്ത് ശശി തരൂർ എനിക്ക് തോന്നുന്നത് എന്തോ പേടിപ്പെടുന്നത്. ശശി തരൂരായില്ലേ നേരത്തെ നിന്നത്? രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും കൂടിയാണ് അവിടെ മത്സരിച്ചത്. അപ്പോൾ ഈ നേമത്ത് എത്ര വോട്ട് കിട്ടിയെന്നുള്ള എല്ലാവർക്കും അറിയില്ലേ? 20,000 കൂടുതൽ വോട്ട് രാജീവ് ചന്ദ്രശേഖറിന് ഭൂരിപക്ഷം. അല്ല, അതാണ്. പക്ഷേ ഈ LDF UDF തമ്മിൽ മത്സരത്തിലേക്ക് പോകുമ്പോൾ BJPക്ക് അവിടെ സ്പേസ് ഉണ്ടാകും? ഇല്ല, ഈ LDFിൻ്റെ സ്പേസിൽ നിന്നും UDFിൻ്റെ ബേസിൽ നിന്നും ഒരു വിഭാഗം ആളുകളാണല്ലോ ഇപ്പുറത്തേക്ക് വരണത്. ഇപ്പോൾ ആലപ്പുഴയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും 200-150 കുടുംബമല്ലേ LDFിൽ നിന്ന് വരുന്നു, കോൺഗ്രസിൽ നിന്ന് വരുന്നു. അവർക്കുള്ള സ്പേസാണ് കുറഞ്ഞുകൊണ്ട് വരണത്. LDFിനും കുറയുന്നു, UDFിനും കുറയുന്നു. അത് NDAക്ക് ആ സ്പേസ് കൂടി വരുന്നു. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ മോദിയുടെ വരവോടുകൂടി തന്നെ കൂടുതൽ പ്രതീക്ഷയിലേക്ക് കടക്കുകയാണോ? മോദി വലിയ സങ്കല്പമല്ലേ. മോദി ഈ വികസനവും കാര്യങ്ങളും ഈ പറയുന്ന നല്ലൊരു ജനവിഭാഗം വിദ്യാർത്ഥികളും യൂത്തും ഒക്കെ അദ്ദേഹത്തിനെ പ്രതീക്ഷയോടെ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വീക്ഷിക്കുമ്പോൾ അത് തന്നെ ഒരു വലിയ മാറ്റത്തിലേക്ക് പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.